أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. للذين يؤلون من نسائهم تربص 4 أشهر فإن فاءوا فإن الله غفور رحيم وإن عزموا الطلاق فإن الله سميع عليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളിപ്പോൾ ശ്രവിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 227, 228 ആയത്തുകളാണ്. അവയുടെ അർത്ഥം ഇപ്രകാരമാകുന്നു: തങ്ങളുടെ ഭാര്യമാരുമായി സംസർഗം ചെയ്യുന്നതല്ലെന്ന് ശപഥം ചെയ്യുന്നവർക്ക് പരമാവധി 4 മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അവർ ഈ കാലയളവിൽ രഞ്ജിപ്പുദ്ദേശിച്ച് മടങ്ങുന്നുവെങ്കിൽ തീർച്ചയായും അല്ലാഹു സർവഥാ പുറത്തു കൊടുക്കുന്നവനും വളരെ കൃപ ചെയ്യുന്നവനുമത്രേ. ഇനി അവർ വിവാഹമോചനത്തിനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവർ അറിഞ്ഞിരിക്കട്ടെ, നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും നന്നായി അറിയുന്നവനുമാകുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈല എന്ന വാക്കിന്റെ അർത്ഥം സത്യം ചെയ്യുക എന്നാണ്. എന്നാൽ ശരീഅത്തനുസരിച്ച് ഒരു വ്യക്തി സത്യം ചെയ്തുകൊണ്ട് തന്റെ ഭാര്യയിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനാണ് ഈല എന്ന് പറയുന്നത്. അറബികൾക്കിടയിൽ അവരുടെ ഭാര്യമാർക്ക് വിവാഹമോചനം നൽകാതിരിക്കുകയും എന്നാൽ അവരുമായി യാതൊരു ബന്ധവും പുലർത്തുകയില്ലെന്ന് സത്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈ ശപഥത്തിലൂടെ തങ്ങൾ ഭാര്യയോടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മുക്തരായെന്നാണ് അവർ കരുതിയിരുന്നത്. കാരണം ശപഥം നിറവേറ്റാനുള്ള ബാധ്യത അല്ലാഹുവിനോടുള്ളതാണെന്നും അത് മനുഷ്യരോടുള്ള ബാധ്യതയേക്കാൾ മുൻഗണന ഉള്ളതാണെന്നുമായിരുന്നു അവരുടെ ധാരണ. അങ്ങനെ അല്ലാഹുവിന്റെ പേരിലുള്ള ശപഥം ഒരു തടസ്സമായി മാറിയപ്പോൾ സ്ത്രീയുടെ അവകാശങ്ങൾ നൽകാതിരിക്കുന്നത് ഒരു പാപമല്ലെന്ന് അവർ വിശ്വസിച്ചു. ഈ ദുഷിച്ച ചിന്താഗതി ഇന്നും ലോകത്തുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ പോലും ഭാര്യമാരുമായി ബന്ധം പുലർത്തുകയില്ലെന്ന് തീരുമാനിക്കുകയും എന്നാൽ അവർക്ക് വിവാഹമോചനം നൽകാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു പറയുന്നു, ഒരുവൻ ഇപ്രകാരം ചെയ്തു പോയാൽ അവന് 4 മാസത്തെ കാലാവധിയാണ് നൽകപ്പെടുന്നത് എന്ന് അവൻ ഓർക്കണം. ഈ കാലയളവിനുള്ളിൽ അവൻ അനുരഞ്ജനത്തിൽ എത്തിയാൽ അതാണ് ഉത്തമം. അല്ലാത്ത പക്ഷം അടുത്ത ആയത്തിൽ പറയുന്നത് പോലെ ഖാളി വിവാഹമോചന കാര്യത്തിൽ തീരുമാനമെടുക്കും. ഈ സൂക്തത്തിലൂടെ അല്ലാഹു സ്ത്രീയെ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ മുഅല്ലഖായിക്കൊണ്ട് അല്ലെങ്കിൽ അനിശ്ചിതാവസ്ഥയിൽ ഉപേക്ഷിക്കുന്നതിനെതിരെ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ഒരു പുരുഷന് തന്റെ വിവാഹ ജീവിതത്തിൽ പരമാവധി 4 മാസം വരെ മാത്രമേ സ്ത്രീയിൽ നിന്ന് അകന്നു നിൽക്കാൻ ശപഥം ചെയ്യാനാകൂ. ഏതെങ്കിലും ഒരു വ്യക്തി 4 മാസത്തിൽ കൂടുതൽ കാലത്തേക്ക് ശപഥം ചെയ്താൽ ഹുല നേടിയെടുക്കാൻ, അതായത് ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള വിവാഹമോചനം നേടിയെടുക്കാൻ സ്ത്രീക്ക് അവകാശമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തലാഖ് സ്വയം സംഭവിക്കുന്നില്ല, കാരണം അതിന്റെ വിധി പിന്നീട് വിവരിക്കുന്നുണ്ട്. എന്നാൽ സ്ത്രീക്ക് ഹുലക്കുള്ള അവകാശം ലഭിക്കുന്നു. ഒരു വ്യക്തി ചുരുങ്ങിയ കാലയളവുകളിലേക്ക് വീണ്ടും വീണ്ടും ഈലാ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് 10 ദിവസത്തേക്ക് ഈലാ ചെയ്യുകയും പിന്നീട് മടങ്ങി വരികയും റുജൂ ചെയ്യുകയും അതിനുശേഷം വീണ്ടും 10 ദിവസത്തേക്ക് ഈലാ ചെയ്യുകയും വീണ്ടും റുജൂ ചെയ്യുകയാണെങ്കിൽ പോലും മൊത്തത്തിൽ 4 മാസത്തെ കാലാവധി തന്നെയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. 4 മാസത്തിന് ശേഷവും അയാൾ ഈല തുടരുകയാണെങ്കിൽ ആ ഈല അസാധുവാവുകയും സ്ത്രീക്ക് വേർപിരിയാൻ അവകാശമുണ്ടാവുകയും ചെയ്യും. ചില ആളുകൾ സ്ത്രീകളെ ദ്രോഹിക്കുന്നതിനായി ചെറിയ കാലയളവുകൾ നിശ്ചയിച്ചു കൊണ്ടിരിക്കാറുണ്ട്. അതിലൂടെ 4 മാസം തികയുകയുമില്ല, സ്ത്രീക്ക് വേർപിരിയാൻ സാധിക്കുകയുമില്ല എന്നവർ കരുതുന്നു. എന്നാൽ അവരുടെ ഈ ചിന്ത തെറ്റാണ്. ഇത്തരത്തിലുള്ള ഈലാഇന്റെ കാലാവധിയും വെറും 4 മാസം മാത്രമാണ്. ബന്ധം വിച്ഛേദിച്ച നാളുകളുടെ മൊത്തം എണ്ണം 4 മാസമാകുമ്പോൾ സ്ത്രീക്ക് വേർപിരിയാനുള്ള അവകാശം തീർച്ചയായും ലഭിക്കുന്നതാണ്. ഈ സൂക്തത്തിലെ നിയമങ്ങളുടെ വിശദാംശങ്ങളിൽ ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നു, കാലാവധി കഴിഞ്ഞിട്ടും പുരുഷൻ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ
വാക്കാലുള്ള മടങ്ങിവരവ് നടത്തുകയോ ചെയ്തില്ലെങ്കിൽ ഖാദി അവർക്കിടയിൽ വേർപിരിയൽ നടത്തും. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായ പ്രകാരം 4 മാസം അവസാനിക്കുന്നതിന് മുൻപ് റുജൂ അനിവാര്യമാണ്. 4 മാസത്തിനുള്ളിൽ മടങ്ങി വന്നില്ലെങ്കിൽ ആ കാലാവധി കഴിയുന്നതോടെ സ്ത്രീക്ക് സ്വയം തലാഖ് സംഭവിക്കും. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അഭിപ്രായം. എന്നാൽ ഇമാം മാലിക്കിന്റെ ഫത്വയാണ് കൂടുതൽ സൂക്ഷ്മയുള്ളത്. ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നിവരുടെ അഭിപ്രായം പ്രകാരം 4 മാസം കഴിഞ്ഞിട്ടും ഒരാൾ മടങ്ങി വരുന്നില്ലെങ്കിൽ ഒന്നുകിൽ മടങ്ങി വരാൻ അല്ലെങ്കിൽ തലാഖ് നൽകാൻ ഖാദി ആ വ്യക്തിയെ നിർബന്ധിക്കും. ഇത് ഏകദേശം ഇമാം മാലിക്കിന്റെ അഭിപ്രായത്തിന് സമാനമാണ്. പുരുഷൻ ഈ 2 കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഖാദി അവന് വേണ്ടി തലാഖ് ചൊല്ലിക്കൊടുക്കും. ഇമാം നഖീ റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായ പ്രകാരം ഈ മടങ്ങിവരവ് രഹസ്യമായോ ആംഗ്യത്തിലൂടെയോ ആകരുത്, മറിച്ച് വാക്കുകളിലൂടെ ആയിരിക്കണം. അതിന് സാക്ഷികളുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്നാണ്. ചുരുക്കത്തിൽ സ്ത്രീയെ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്ന തരത്തിൽ ഉപേക്ഷിക്കുന്നതിനെ പരിശുദ്ധ ഖുർആൻ വിലക്കുന്നു. അപ്രകാരം ഉപേക്ഷിക്കുന്നവനെ ഒന്നുകിൽ അനുരഞ്ജനപ്പെടാൻ അല്ലെങ്കിൽ അവൾക്ക് വിവാഹമോചനം നൽകാൻ നിർബന്ധിക്കുന്നു. ഗഫൂറുൻ എന്ന പദത്തിലൂടെ സൂചിപ്പിക്കുന്നത് യാതൊരുവിധ ശരിയായ കാരണവുമില്ലാതെ ഇത്തരത്തിലുള്ള ശപഥങ്ങൾ ചെയ്യുന്നതും സ്ത്രീകളെ ദ്രോഹിക്കുന്നതും പാപമാണെന്നാണ്. ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾ തൗബ ചെയ്യേണ്ടതുണ്ട്, പശ്ചാത്തപിക്കേണ്ടതുണ്ട്. സ്ത്രീകളെ ദ്രോഹിക്കാൻ പാടുള്ളതല്ല. വൈൻ അസമുത്തലാഖ എന്നതിൽ വ്യക്തമാക്കുന്നത് പുരുഷന്മാർ വിവാഹമോചനത്തിന് ഉറച്ചു തീരുമാനിക്കുകയാണെങ്കിൽ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്നാണ്. സമീഉൻ എന്ന പദത്തിലൂടെ എല്ലാം കേൾക്കുന്നവൻ എന്ന പദത്തിലൂടെ ഭയപ്പെടുത്തിയിരിക്കുന്നത് ഒരുവൻ തന്റെ ഭാര്യയോട് അനീതി കാണിച്ചാൽ അതിന്റെ ദൂഷ്യഫലങ്ങളിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവൻ ഓർക്കണമെന്നാണ്. കാരണം അള്ളാഹു അവന്റെ ഭാര്യയുടെ വിലാപം കേൾക്കുന്നവനാണ്. അലീമുൻ എല്ലാം അറിയുന്നവൻ എന്ന പദത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിലുള്ള ചിന്തകളെയും അള്ളാഹു നന്നായി അറിയുന്നുണ്ടെന്നാണ്. അവയ്ക്കനുസരിച്ചായിരിക്കും അവൻ നിങ്ങളോട് ഇടപാടുകൾ നടത്തുക. അതിനാൽ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുക. നിങ്ങൾക്ക് ലോകത്തെ വഞ്ചിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ അള്ളാഹുവിനെ വഞ്ചിക്കാൻ കഴിയില്ല. ഇവിടെ സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറാനാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ഞാൻ എൻ്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുകയില്ല എന്നാരെങ്കിലും ശപഥം ചെയ്താൽ ആ ശപഥവും ആദ്യത്തെ ശപഥത്തെ പോലെ തന്നെയാണ്. അതിന്റെ പരാമർശം ലാ തജഅലുല്ലാഹ ഉർലതൻ ലിഐമാനികും അൻ തബറു വതതഖു എന്ന ആയത്തിൽ വന്നിട്ടുണ്ട്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.